Hello everyone. എൻ്റെ മക്കളെല്ലാവരും വളരെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അല്ലേ. അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇടിമിന്നലും അതുകൂടാതെ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡെയിലി നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സേഫായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കണം. ഓക്കെ, സോ മഴക്കാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടി പറയാം, ഇത് രോഗങ്ങളുടെ ഒരു കാലം കൂടിയാണ് നമുക്ക് പറയാം അല്ലേ. ഇപ്പം മലിനജലമായി കഴിഞ്ഞാലും കെട്ടിക്കിടക്കുന്ന വെള്ളമായി കഴിഞ്ഞാലും കുറേ കൊതുകുകളുടെ എണ്ണമൊക്കെ കൂടും. അതുവഴി നമുക്ക് കുറേ രോഗങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പുറത്തിറങ്ങി നടക്കരുത്, കെട്ടിക്കിടന്ന വെള്ളത്തിലൊന്നും പോയി തുള്ളി കളിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ വളരെ സേഫായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ നമുക്ക് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരുന്നൊരു ടെൻഡൻസിയാണ്, ഇപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പഴയ പോലെയല്ല അല്ലേ, നമ്മുടെ തോടും പാടങ്ങളും പുഴകളൊക്കെ ഒന്ന് ചേർന്ന് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലൊന്ന് പോയി തുള്ളി കളിക്കാനൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ മക്കൾ ആരും അങ്ങനെ ചെയ്യരുത്. കാരണം അതുവഴിയുള്ള കുറേ അപകടങ്ങളൊക്കെ നമുക്കിപ്പോൾ ഡെയിലി ന്യൂസിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കുത്തി ഒഴുകിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനൊന്നും നിൽക്കരുത്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് ഇരിക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം ഡെയിലി ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്, ഓറഞ്ച് ഉള്ളത്, യെല്ലോ അലേർട്ട് ഉള്ളത്, ഗ്രീൻ അലേർട്ട് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ന്യൂസ് ചാനലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരെല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ന്യൂസ് ചാനലിലൂടെ കുറേ അപകടങ്ങൾ, ഇപ്പോൾ കാറ്റടിക്കുന്നു, മരങ്ങൾ വീഴുന്നു, അതുവഴി കുറേ അപകടങ്ങൾ ഉണ്ടാകുന്നു. പുഴയിൽ കളിക്കാൻ പോയിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പോയിട്ട് ആ കുത്തൊഴുക്കിൽ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമാണ്. ഇപ്പം നിങ്ങളെ മിസ് നേരിട്ട് കാണുന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരെയും മിസ്സിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മിസ് ആദ്യം ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാവരും വളരെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റായിട്ട് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നല്ല കുട്ടികളായിട്ട് അത് ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കറിയുന്ന വേറൊരു കാര്യമാണ്, ജൂൺ 2-നാണ് നമ്മുടെ സ്കൂൾസൊക്കെ ഓപ്പൺ ചെയ്യാം. പക്ഷേ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലയിലും പിന്നെ ഈ ഒരു മഴ ഇങ്ങനെ അതിശക്തമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജൂൺ 2-ന് ചിലപ്പോൾ നമ്മുടെ സ്കൂൾസ് ഓപ്പൺ ചെയ്യില്ല. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഈ സ്കൂൾസ് ഇങ്ങനെ തുറക്കാൻ ലാഗായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂടി വരിക ചെയ്യാം. സോ നമുക്ക് ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് അല്ലേ ഒരു ടൈം ടേബിളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ലാസ് 6-ൻ്റെ യുവ ബാച്ചിൻ്റെ കാര്യം. ഓക്കെ, സോ നമ്മുടെ യുവ ബാച്ച് ഓൺലൈൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യുവ ബാച്ചിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുക, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്, അതായത് ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ആകെ എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്, പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവുക, എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിനുള്ളിടെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ എക്സാംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും മാക്സിമം എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാലും അത് ഡയറക്റ്റായിട്ട് ചോദിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ യുവ ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 1 ഇയറിന് 2499 റുപ്പീസാണ് വരുന്നത്. സോ മക്കൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിനോട് പെർമിഷൻ ചോദിക്കുക. ഈ താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഈ നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്ത് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഓക്കെ, അപ്പോൾ മിസ് എൻ്റെ മക്കളോട് ഒന്നും കൂടി പറയുകയാണ്, നല്ല മഴയും, അതായത് സാധാരണ മഴക്കാലം വന്നിട്ടില്ല, പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെയാണുള്ളത്. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് വളരെ സേഫായിട്ടിരിക്കുക. പിന്നെ മഴയില്ലെങ്കിലും പുറത്ത് പോകുമ്പോൾ കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടൊക്കെ കയ്യിൽ കരുതണം. നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് ഇവിടെയുള്ള എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുള്ളൂ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.